ഹായ് നമസ്തേ നമസ്കാരം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന പ്രഷർ കുക്കറും ഓവനും ഒന്നുമില്ലാതെ തന്നെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വാനില ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് അമ്മ നമുക്ക് കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം, ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായി ഷെയറും ചെയ്യണം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അമ്മയുടെ വാനില ക്രീം ബൺസിലേക്ക് കടക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു 200 ഗ്രാം മൈദ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മുട്ടയുടെ മഞ്ഞ അതും കൂടി ചേർക്കാം. ഒരു 100 ml അതായത് ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുള്ള പാല്, കൈകൊണ്ട് തൊടാവുന്ന ചൂടായിരിക്കണം കേട്ടോ. എല്ലാം കൂടി കൈകൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ക്ലീൻ ആക്കി ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കിയ ശേഷം ഒരു 8 പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഓരോ പീസും എടുത്ത് ഉള്ളിലേക്കൊന്ന് ടക്കിൻ ചെയ്ത് ക്രാക്ക് ഒന്നും ഒട്ടും ഇല്ലാതെ ഇതുപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കണം. ഇനി നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ നിന്നെടുത്ത പാലായതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് കട്ടയുണ്ട്. ഇനി നമുക്കൊരു 2 മുട്ടയുടെ മഞ്ഞ കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 100 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി അങ്ങ് ചേർക്കാം. ഇത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്, അതും കൂടി ചേർക്കാം. ഫ്ലെയിം ഇപ്പോഴും ഓഫാണ് കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുക്കണം. ഒട്ടും കട്ട കെട്ടാതെ തന്നെ വേണം നമുക്കിത് കുറുക്കിയെടുക്കാൻ. പതുക്കെ അത് തിക്കായി വരും. കട്ട ഒട്ടും കെട്ടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതടച്ച് ആറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഓരോ ബോളും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ടൊന്ന് ഫ്ലാറ്റ് ആക്കിയ ശേഷം ഇതുപോലെ ഒരു ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കസ്റ്റേർഡ് സോസിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം.
സൈഡ്സൊക്കെ എല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് സെക്യൂർ ആക്കി എടുക്കണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അടുത്ത ബോളും അതുപോലെ തന്നെ പരത്തി ക്രീമൊക്കെ ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പം എല്ലാ ബോൾസും ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബണ്ണൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ഞാൻ സ്റ്റൗ വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 2 ബൺ വീതം തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് ബേക്കാക്കി എടുക്കാൻ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു സൈഡ് ബേക്ക് ആകാനായിട്ട് ഒരു 3-4 മിനിറ്റ് മതിയാകും. അതിനുശേഷം മറുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. മറുവശവും ബേക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല അടിപൊളി ബണ്ണാണ്. ഇതുപോലെ 8 ബണ്ണും തവയിൽ വെച്ച് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണ്. കണ്ടില്ലേ, സൂപ്പർ സോഫ്റ്റുമാണ്, ടേസ്റ്റും അടിപൊളി, കാണാനും നല്ല സൂപ്പർ ലുക്കല്ലേ. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ബണ്ണാണ്. കസ്റ്റർഡ് ക്രീം ഫില്ലിങ്ങും കൂടി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും. ഓവനും വേണ്ട, ബീറ്ററും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് നല്ലൊരു തവയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. വീടുകളിൽ കണ്ടേക്കാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഇതിലുള്ളൂ. നിങ്ങൾ ഈ ഒരു റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ബണ്ണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ. എൻ്റെ അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.